പ്രശ്നോത്തര രത്നമാലികയിൽ 63-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവസാനം ചോദിച്ചത് കുലം മുഴുവൻ ക്ഷയിക്കുന്നതിന് കാരണമാകുന്നത് എന്ത് എന്നാണ്. സജ്ജനങ്ങളിൽ ചെയ്ത സന്താപമാണ് എന്ന് മറുപടി പറഞ്ഞു. അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്, കേഷാം അമോഘവചനം ഏച പുനഃ സത്യമൗനശമശീലാഃ. കേഷാം അമോഘവചനം. അമോഘവചനം കേഷാം. അമോഘമായ വചനം ആരുടേതാണ്? മോഘം എന്ന് പറഞ്ഞാൽ വെറുതെ, വിലയില്ലാത്തത്. അമോഘം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വെറുതെ ആവാത്തത്, ഒരിക്കലും വ്യർത്ഥമാകാത്തത്, അങ്ങേയറ്റ മൂല്യമുള്ളത്. പറഞ്ഞതാണ്. അങ്ങനെയുള്ള വാക്ക് ആരുടേതാണ്? ഒരിക്കലും വിലയില്ലാത്തതാവില്ല, പറഞ്ഞതാണത് ഫലിച്ചിരിക്കും. അങ്ങനെയുള്ള വാക്കുകൾ ആരുടേതാണ്? ഇതാണ് ചോദ്യം. മറുപടി, ഏച പുനഃ, യാവരാണോ സത്യമൗന ശമശീലാഃ. സത്യം, മൗനം, ശമം എന്നിവ ശീലമാക്കിയിട്ടുള്ളത്. സത്യം ശീലമാക്കുക എന്ന് പറഞ്ഞാൽ സത്യം മാത്രം പറയുന്നവർ, ഒരു കാരണവശാലും അസത്യം പറയാത്തവർ, അവരാണ് സത്യശീലന്മാർ. മൗനശീലന്മാർ, സദാസമയവും മനനം ചെയ്യുന്നവർ, ഈശ്വര തത്വത്തെ മനനം ചെയ്യുന്നവർ, താത്പര്യം ഈശ്വര വിചാരത്തിൽ, സത്യവിചാരത്തിൽ കഴിയുന്നവർ, അവർ മൗനശീലന്മാർ. ഇപ്പോൾ സത്യശീലന്മാർ, മൗനശീലന്മാർ, ശമശീലന്മാർ. ശമം എന്ന് പറഞ്ഞാൽ മനോനിയന്ത്രണമാണ്. മനസ്സിനെ നിയന്ത്രിച്ച് സ്വാധീനമാക്കി വയ്ക്കുക എന്നുള്ളത്. മനസ്സിനെ നിയന്ത്രിച്ച് സ്വാധീനമാക്കി വയ്ക്കുക എന്നുള്ളത് സ്വാഭാവികമായും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് സ്വാധീനമാക്കി വയ്ക്കുന്നതിനെ കൂടെ ആശ്രയിക്കുന്നുണ്ട്. കാരണം ശമവും ദമവും പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രിയ നിയന്ത്രണം മനോനിയന്ത്രണത്തെ സഹായിക്കും, മനോനിയന്ത്രണം ഇന്ദ്രിയ നിയന്ത്രണത്തെ സഹായിക്കും. അപ്പോൾ പരസ്പര പൂരകങ്ങളും പരസ്പര അപേക്ഷിതങ്ങളുമാണ്. അതുകൊണ്ട് ശമദമയുക്തന്മാരായി, ഇന്ദ്രിയ മനോനിയന്ത്രണത്തോടു കൂടി മൗനശീലരായി, സത്യത്തെക്കുറിച്ച് മനനം ചെയ്യുന്നവരായി, സത്യശീലന്മാരായി, ഒരിക്കലും അസത്യം പറയാതെ, പറയുന്നത് സത്യം മാത്രം, ഈ നിഷ്ഠയോടുകൂടി ജീവിക്കുന്നവർ ആരാണോ അവരുടെ വാക്ക് ഒരിക്കലും വെറുതെ ആവില്ല, അവരുടെ വാക്ക് അമോഘമാണ് എന്നർത്ഥം. തുടർന്ന് കിം ജന്മ വിഷയസംഗഃ കിമുത്തരം ജന്മ പുത്രസ്യാത് കോപരിഹാര്യോ മൃത്യോ കുത്ര പദം വിന്യസേച്ഛ ദൃക്പൂതേ. കിം ജന്മ വിഷയസംഗ കിമുത്തരം ജന്മ പുത്രസ്യാത് കോപരിഹാര്യോ മൃത്യോ കുത്ര പദം വിന്യസേച്ഛ ദൃക്പൂതേ. കിം ജന്മ, ജന്മം എന്താണ്? ഇപ്പോൾ സാമാന്യമായിട്ട് ഇപ്പോൾ ജന്മം എന്താണെന്ന് ചോദിച്ചാൽ പുതിയ ശരീരത്തെ ഗ്രഹിക്കുന്നതാണ് ജന്മം എന്നാണ് നമ്മൾ പറയുക. നവശരീരഗ്രഹണമാണ് ജന്മം. ദേഹവാനായിട്ട് ഭൂമിയിലേക്ക് അമ്മയിൽ നിന്ന് വരുന്നതാണ് ജന്മം. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ പറയുകയാണ് വിഷയസംഗഃ, വിഷയസംഗമാണ് ജന്മം. താത്പര്യം, ഓരോ വിഷയവുമായി നമ്മുടെ മനസ്സ് ചേരുമ്പോൾ ഒരു പുതിയ വൃത്തി ഉണ്ടാകുന്നു, അതൊരു പുതിയ വ്യവഹാരത്തിന് കാരണമാകുന്നു, അതൊരു പുതിയ ചിന്തയ്ക്ക് കാരണമാകുന്നു, പുതിയ പ്രവർത്തനത്തിന് കാരണമാകുന്നു. അപ്പോൾ ഓരോ വിഷയവുമായി നമുക്കുണ്ടാവുന്ന സംഘം പുതിയ വൃത്തിക്കും ചിന്തയ്ക്കും പ്രവർത്തനത്തിനുമൊക്കെ കാരണമാവുകയാണ്. പുതിയ സങ്കല്പത്തെ അത് ജനിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ പുതിയ പുതിയ സങ്കല്പങ്ങളും പ്രവൃത്തികളും വൃത്തികളും ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു നവീനമായ ജന്മം സ്വീകരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഓരോ വിഷയസംഘവും ഓരോ ജന്മമാണ്.
അവിടെ വിഷയത്തെ ശബ്ദസ്പർശ രൂപരസഗന്ധ എന്ന് വേർതിരിക്കേണ്ട ആവശ്യമില്ല. അവിടെ ആണെന്നോ പെണ്ണെന്നോ പറയേണ്ട ആവശ്യമില്ല. ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് വിഷയമായിക്കൊണ്ടുള്ള പുതിയ പുതിയ ഓരോ സംഘവും ഒരു പുതിയ വ്യക്തിത്വത്തെ നമ്മളിൽ സൃഷ്ടിക്കുന്നു, പുതിയ വൃത്തി നമ്മളിൽ വളർത്തുന്നു, പുതിയ പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാക്കുന്നു. അതുകൊണ്ട് അത് പുതിയൊരു ജന്മത്തിന് സമമാണ് എന്നർത്ഥം. അതാണ് കിം ജന്മ വിഷയസംഗഃ കിമുത്തരം ജന്മ. രണ്ടാമത്തെ ജന്മം എന്താണ്? ഉത്തരം ജന്മ, അടുത്ത ജന്മം. അവിടെ ഇപ്പോൾ ഒരു ജന്മം ജനിച്ചു, ഇനി അടുത്ത ജന്മം എന്താണ്? മറുപടി പുത്രസ്യാത്, അത് മകനാണ്. മകൻ എന്ന് പറഞ്ഞാൽ മകനും മകളും ആവാം. ഈ വിഷയം നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇതേ കൃതിയിൽ. ഒരാളുടെ ജീവിതത്തിൻ്റെ നിരന്തര ഭാവം മരണരാഹിത്യം എന്താണെന്ന് അവിടെ പറഞ്ഞു, സന്താനമാണ് എന്ന്, പുത്രനാണെന്ന്. താത്പര്യം താൻ സന്താനത്തിലൂടെ ജീവിക്കുകയാണ്. തൻ്റെ ജന്മത്തിൻ്റെയും തൻ്റെ പ്രവൃത്തികളുടെയും തുടർച്ച സന്താനത്തിലൂടെ ഉണ്ടാവുകയാണ്. അതാണ് വേദം പോലും ആത്മാവൈ പുത്രനാമോസി, ഹേ പുത്ര, ഞാൻ തന്നെയാകുന്നു നീ, ഞാനാകുന്നു നീ എന്ന് പറയുന്നത്. അപ്പം തൻ്റെ മരണത്തോടു കൂടി കഴിയുന്നില്ല, പുത്രനിലൂടെ തൻ്റെ കർമ്മങ്ങൾ തുടരുകയാണ്. അതുകൊണ്ട് താൻ ഈ ജീവിതത്തിൽ സമ്പാദിച്ചത് പുത്രനെ ഏൽപ്പിക്കുകയാണ്, പുത്രിയെ ഏൽപ്പിക്കുകയാണ്. അവിടെ ഭാവന അവരിലൂടെ ഞാൻ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ മരണാനന്തരവും അയാളുടെ ജീവിതം മക്കളിലൂടെയാണ്. ഇങ്ങനെ തലമുറകളിലൂടെ നമ്മൾ ജീവിക്കുകയാണ്. ഇതാണ് ലൗകികമായ ഒരു വൃത്തിയിൽ ദ്വിതീയം ജന്മ എന്നുള്ളതിനെ പറഞ്ഞത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.